ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, അച്ഛൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയില്ല. എനിക്കറിയാം എൻ്റെ യാത്ര എവിടേക്കാണെന്നുള്ളത്, വ്യക്തമായിട്ടറിയാം എവിടേക്കാണെന്നുള്ളത് യാത്ര. ആ യാത്രയിൽ വലിയ സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചവിടും മുന്നോട്ട് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് ചവിട്ടിയാലും എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ വേണ്ടാത്തതൊക്കെ ആലോചിച്ചിട്ട് ഇത് ചെയ്യുന്നത്? അത് എന്താ പറയുക, അതൊരു അതൃപ്തിയുടെ സംഭവമല്ല, അറിവിൻ്റെയാണത്. അല്ലാണ്ട് അതൃപ്തിയല്ല ഞാൻ പ്രകടിപ്പിക്കുന്നത്, അറിവ് തന്നെയാണ്. ഞാൻ എന്താണെന്നുള്ളൊരു അറിവുണ്ട് എനിക്ക്. ഞാൻ ഇന്നതേ ആവുള്ളൂ, അതിനപ്പുറം ആകാൻ പോകുള്ളൂ. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇന്നതേ ആവുള്ളൂ എന്നെനിക്കറിയാം. നല്ല ബോധ്യമുണ്ട് ഇവിടെ വിട്ടു പോകേണ്ട ഒരു ആളാണെന്നുള്ളത്. പിന്നെ ഞാൻ എന്തിനായി ടെൻഷൻ അടിക്കുന്നത്? അത്രേ ഉള്ളൂ. എന്തൊക്കെ തലകുത്തി നമ്മൾ പറഞ്ഞാലും ശരി, അവസാനം എന്താണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടത്. അങ്ങനെ ആലോചിക്കാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. പണ്ടാര് പറഞ്ഞിട്ടുണ്ട്, എന്ന് ചിന്തിച്ചാലൊരു അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തൂലെന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം. അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഉറുമ്പിനെ പോലും നമുക്ക് നോക്കാൻ പറ്റില്ല, ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചുമ്മാതല്ല ബുദ്ധനൊക്കെ കൊട്ടാരം വിട്ട് പോയത്. അതിൽ ബുദ്ധിയില്ലാണ്ടല്ല, അവർ അവധൂതനെ പോലെ അലിഞ്ഞിരുന്ന, അത്രേ ഉള്ളൂ. അതെ, മനസ്സിലായവർക്ക് ഇതാണ് ഇത്ര ഉള്ളു ജീവിതം എന്നുള്ള മനസ്സിലായവരാണ് ബുദ്ധിമാന്മാരും. അല്ലാണ്ട് അതൃപ്തിയാണോ? യശോദ രാജകുമാരനോട് ആ കിടപ്പറിൽ നിന്ന് എത്ര പ്രാവശ്യം അയാൾ ആലോചിച്ചാണ് അവിടെ കിടപ്പുറയിലിട്ട്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടേച്ച് പോയല്ലേ പുള്ളി ചെയ്തത്. ബുദ്ധനെ അങ്ങനെ ഇട്ടേച്ച് പോയതില്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയുമായിരുന്നു? ഒരു രാജാവായിട്ട് അവിടെ അവസാനിക്കേണ്ട ആളായിരുന്നു. അതല്ലേ ഞാൻ ബുദ്ധനെ ഞാൻ ഇത്ര എൻ്റെ ഓരോ മുക്കിലും മൂലയിലും ബുദ്ധനുണ്ട്. കാരണം തിരിച്ചറിഞ്ഞ സമയമുണ്ട് ജീവിതത്തിൽ. അത് ഞാൻ ജീവിതത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. ഞാൻ ശ്രീലങ്കയിലേക്കിട്ട് പോയിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞാനും പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഞാൻ ബുദ്ധമതത്തിൽ ചേർന്നത്? കാരണം ബുദ്ധനെ ആരാധിക്കണമെങ്കിൽ ബുദ്ധമതത്തിൽ ചേരേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിനെ ആരാധിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരനാകേണ്ട ആവശ്യമില്ല. ശ്രീനാരായണ ആരാധിക്കണമെങ്കിൽ SNDP ചേരേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ആരാധിക്കാം. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് വന്ന വേളയിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. മനസ്സിലുണ്ട്. കാരണം അങ്ങനെയാണ് ദൈവം എനിക്ക് തോന്നി. കാരണം എല്ലാം ഇത്രക്ക് സുഖലോലുപയിൽ നിന്നിട്ട് വെറുതെ വിഷാദേഹിയായിട്ട് അലന്തിരിഞ്ഞ് കിടന്ന്. അപ്പോൾ ഇതാണ് ജീവിതം, അത്രേ ഉള്ളൂ ജീവിതം. ഞാനും മനസ്സിലാക്കിയ ജീവിതം അത്രേ ഉള്ളൂ. ഒരു പക്ഷെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ആ തിരിച്ചറിവുണ്ടാവുള്ളൂ. അത് സത്യമാണ്. മരണം മുന്നിൽ കാണുന്ന സമയമുണ്ട്. ഞാൻ ഈ ദൈവങ്ങളില്ലേ, ഈ ദൈവദാസന്മാരെന്ന് പറഞ്ഞ കുറേ പേര് നടക്കുമല്ലോ. അവർ പ്രൊട്ടസ്റ്റൻറ്റുകളുണ്ട്, ഹിന്ദു ആളുകളുണ്ട്, സന്യാസിമാരെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഞാൻ ഇൻ്റർവ്യൂ പോലെ സൗഹൃദ സംഭാഷണം ചെയ്തപ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വേളയിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ അതിൽ ഒരു സ്വാമിയായിട്ടൊരാളുണ്ട്. അപ്പോൾ സ്വാമി എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. ഈ സ്വാമി കടമെല്ലാം കയറി വീട്ടിൽ ഭാര്യയും മക്കളെ കൂടി ഇരുന്ന് ചോറിൽ വിഷം കലർത്തി കഴിക്കാൻ സമയത്താണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ചോറ് കഴിക്കാം എന്നുള്ളത് സത്യമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, നീ മരിക്കണ്ട, നീ എന്നെ കൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞിട്ട് ദൈവം അവിടെ മടങ്ങിപ്പോയത്. അപ്പോൾ ദൈവം പ്രത്യക്ഷം അവിടെ ഇരുന്നു. ഗോപാൽജി എന്ന് പറഞ്ഞ എൻ്റെ ക്രിസ്ത്യൻ പാസ്റ്റർ
ഈ പാസ്റ്റർ കടമെല്ലാം കയറി കടലിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് കൈപിടിച്ചിട്ട് കരയ്ക്ക് കയറുന്നത്. അപ്പം മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം അവിടെ വെച്ചാണ് ഓരോരുത്തർ ഈ ദൈവ ഇതായിട്ട് മാറുന്നത്. ഏത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ സ്വാമി മാറിയതും ഗോപാൽജി ദൈവത്തിൻ്റെ സുവിശേഷകനായിട്ട് മാറുന്നത് മരണത്തിന് തൊട്ട് മുമ്പ് വെച്ചാണ്. അവിടെ വെച്ച് നമ്മൾ ദൈവത്തെ കാണും. ദൈവം എന്ന് വെച്ചാൽ ജീവിതമാണ്. ഇവന് മരിക്കാനായിട്ട് സൗകര്യമില്ല. മരിക്കാനായിട്ട് സൗകര്യമില്ലാത്ത ആ പ്രതിഭാസമാണ് ദൈവമായിട്ട് കാണുന്നത്. ഇവനിനിയും ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അത് തോന്നിപ്പിച്ച് ഇവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അതേപോലെ ഞാനും ഒരു മരണം, ഞാൻ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, ICU കിടക്കുന്ന സമയത്ത് ചുറ്റിലും ഒരുപാട് പേഷ്യൻ്റ്. അപ്പോൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കിടക്കുക ഇവിടെ, കാരണം വെൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതിനാണ് 2 ദിവസം കൊണ്ട് പോരാ, മറ്റാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വെച്ചാൽ ഞാൻ കിടക്കണം. കിടന്ന് തൊട്ടപ്പുറത്തിടുന്ന ആൾ മരിച്ചു. ഇപ്പോൾ പട്ടക്കം പൊട്ടണവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, എന്താ അവരുടെ ബന്ധുക്കളെ വന്ന് പോകുന്നത്, അമ്മയെ കൊണ്ട്, ഇതൊക്കെ അറേഞ്ച്ഡാണ്. നോക്കുക ICUവിൽ ഇലക്കെ എടുക്കുമ്പോൾ ഇവർ ഇതെല്ലാം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഒന്ന് കാണിക്കുന്നു, അസുഖം കൂടുതലാണ്. അപ്പോൾ നേഴ്സുമാരായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ വരുമ്പോൾ ഞാൻ എൻ്റെ റൂമല്ലല്ലോ, മറ്റേ കട്ടനിട്ട് അതിലേക്ക് കയറും. ബന്ധുക്കൾ വന്നിട്ട് കാണും. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് ചോദിക്കണം, അങ്കമാലി ആ സൈഡിലുള്ള, എൻ്റെ മോനെ വേറെ ഒരിടത്തും കൊണ്ട് രക്ഷപ്പെടുത്തുമോ? കരച്ചില്ല. എനിക്ക് തന്നെ സങ്കടം തോന്നി. ആ വയസ്സായ ഒരു സ്ത്രീയാണ്. അവരുടെ തീരാറായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് വന്നത്. മരിച്ചു. ഇതെല്ലാം അറേഞ്ച്ഡായിട്ടാണ് നമ്മൾ ഈ ICUവിലേക്ക് എടുത്തിട്ട് ആരും എഴുതിയ സ്ക്രിപ്റ്റ് പോലെയാണ്. ഒരു 15 മിനിറ്റിന് മുമ്പ് വിളിച്ച് പറയുന്നു അസുഖം കൂടുതലാണ്, കാണുന്നവർക്കൊന്ന് കാണാൻ 10 മിനിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, രക്ഷപ്പെടില്ല, ആൾ രക്ഷപ്പെടില്ല. അങ്ങനെ പടക്കം പൊട്ടണ അടുത്തത് എൻ്റെ തൊട്ടടുത്ത് ഇതിലേക്ക് വരാൻ അധികം സമയം വേണ്ട. അന്ന് എനിക്ക് മനസ്സിലായി, ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി, ജീവിതം ഒരു ICU തീരുന്ന 3 വർഷത്തിൽ തീരുന്നേ ഉള്ളൂ. ഞാൻ എന്ത് അഹങ്കരിക്കാനും, ഞാൻ എന്ത് തൃപ്തിയോട് ജീവിക്കാനും, എന്ത് തൃപ്തി ഉണ്ടാകും? അതാണ് ചിന്തിക്കാതിരിക്കുക, നന്മ ചെയ്യുക, ഒരാളെ ദ്രോഹിക്കാതിരിക്കുക. അത്ര ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരാളെ മാനസികമായിട്ട് ദ്രോഹിക്കാതിരിക്കുക. അതാണ് ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അതാണ് ഇത്ര ഉള്ളൂ ജീവിതം. അപ്പോൾ ഇതൊരു ടൂർ വന്നേക്കണം. നമ്മൾ ഓട്ടോൻ്റെ കലറിൽ വെച്ചിട്ടില്ലേ, ഇവിടെ ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഇവിടെ സന്ദർശിച്ചു, അത്രേ ഉള്ളൂ. ആ സന്ദർശനം ഗംഭീരമാക്കാം, ആളുകളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്. അതിൽ ഞാൻ വിജയിച്ചിട്ടൊന്നും കുറേ ആളുകളെയൊക്കെ ചിരിപ്പിച്ച് ഒരാളെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടൊന്നും വിട്ടിട്ടൊന്നുമില്ല. അതുമാത്രമുള്ള ഏക സന്തോഷം എന്ന് വെച്ചാൽ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല, ഇനി ദ്രോഹിക്കുകയില്ല, ഇനി ഒട്ടും ദ്രോഹിക്കുകയില്ല. അറിഞ്ഞുകൊണ്ട്, അറിയാതെ വല്ലതും പറ്റിപ്പോയാൽ മാത്രം ഇനി ഒട്ടും ദ്രോഹിക്കുകയില്ല. കാരണം ഒരു തിരിച്ചറിവിൻ്റെ പാത എത്തിയിട്ടുണ്ട്. എൻ്റെ മക്കളോടും പറഞ്ഞാൽ ഒരാളും വിട്ടിച്ച് ജീവിക്കരുത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ മനസ്സിലെങ്കിലും നനവ് കൊടുക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ ജീവിതം. അതെ അതെ, അത് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. ആത്മകഥയല്ല, ആത്മകഥ എഴുതിയാൽ അതൊരു സുഖമുള്ള ഏർപ്പാടല്ലായിരുന്നു. ഞാൻ എന്നെക്കുറിച്ച് എഴുതണില്ല, എൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകം. അപ്പോൾ മനോരമ ബുക്സ് അത് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് എൻ്റെ പേര്. അതെൻ്റെ ആത്മകഥയല്ല, ജീവിതാനുഭവങ്ങളാണ്, കഥകൾ, സ്വല്പം ഹ്യൂമറുള്ളത്. അതിൽ പല ദുഃഖങ്ങളും ഞാൻ എഴുതിയിട്ടില്ല. സന്തോഷകരമായിട്ട്
എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ ആളുകളായിട്ടുള്ള ബന്ധങ്ങളും അവരുമായിട്ട് ചില തമാശകളൊക്കെ കൂടി ഒരു ചെറിയ പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഇൻഡസ്ട്രിയിൽ ഒരിക്കലും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. എല്ലാവരുമായിട്ട് ഫ്രണ്ട്സാണെന്നാണ്. ആത്മാർത്ഥമായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതൊരു സമ്മേളനമാണ്, അത്യാവശ്യക്കാരൊരു സമ്മേളനമാണ്. സിനിമക്ക് കുറേ ആൾക്കാർ ഓരോ കാലഘട്ടത്തിനും ആവശ്യമുണ്ടാവും. ആ ആവശ്യപ്പെടുന്ന ആളുകളുടെ ഒരു സമ്മേളനമാണ്. ആ സമ്മേളനം കഴിഞ്ഞ് എന്താ ചെയ്യുക, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരാം. വല്ല 1-2 പേരായിട്ട് ചെറിയ സൗഹൃദങ്ങൾ. സിനിമ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സൗഹൃദം ഉണ്ടാകുന്ന സ്ഥലമാണ്. അല്ലാണ്ട് ഒരു ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പൊക്കെ അവിടെ വളരെ കുറവായിരിക്കുള്ളൂ, റയറായിരിക്കുള്ളൂ. അതൊക്കെ അതിനു മുമ്പുള്ള ബന്ധമാണ്. സിനിമയിൽ വന്നപ്പോഴുള്ള ബന്ധമല്ല, അതിനു മുമ്പുള്ള ബന്ധമാണ്. ഫ്രണ്ട്ഷിപ്പുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലോസ് അറ്റാച്ച്മെൻറ്റ് ആരുമായിട്ടും ഇല്ല. ഫ്രണ്ട്ഷിപ്പുണ്ട്. ഇപ്പോൾ ഫോൺ ചെയ്യാറുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് അവർ വലിയ കല്യാണങ്ങൾ പോകാറുണ്ടെങ്കിൽ വിളിച്ചാൽ പോകാറുണ്ട്. അങ്ങനെയല്ലാതെ ഒരു കൊടുക്കൽ വാങ്ങൽ അങ്ങനെയൊക്കെ തമ്മിലൊന്നും ആ സമയത്തുണ്ടാവും. അപ്പോൾ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത്, ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാലഘട്ടം ഒരുമിച്ചൊക്കെ ഇത് ഉണ്ടല്ലോ, ആ സമയത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. അവർക്ക് അവരുടേതായ ജീവിതം, നമുക്ക് നമ്മുടേതായ ജീവിതം, അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതെ, ഒരുപാട് പേരുടെ ഉണ്ട് ആരാധന. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ആരാധന വന്നിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് സിനിമയിൽ എല്ലാത്തിനും. ആ സിനിമയിൽ നിന്ന് മാത്രമല്ലല്ലോ. അപ്പോൾ PT ഉഷയോട് ആരാധന വന്നിട്ടുണ്ട്, ആ സിനിമയല്ലല്ലോ. KK നായരിന് ആരാധന വന്നിട്ടുണ്ട്, സിനിമയല്ല. EK നായനാരോട് ആരാധന വന്നിട്ടുണ്ട്, ആ സിനിമയിലല്ലോ. സിനിമയിൽ ഒരുപാട് പേരുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് പേരുണ്ട്. ഒരാൾ ആയിട്ട് എനിക്ക് തനിച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. അത് തോന്നിയിട്ടുണ്ട്. അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. പിണറായി വിജയനോട് തോന്നിയിട്ടുണ്ട്, ആരാധന തോന്നിയിട്ടുണ്ട്. അല്ല, എന്ത് കണ്ടെച്ചാൽ അങ്ങേർക്ക് അങ്ങേരുടേതായ കഴിവുകളുണ്ടല്ലോ. എനിക്കില്ലാത്ത കഴിവുകളുണ്ട് എന്തായാലും. അദ്ദേഹത്തിന് ഒരു ദൃഢനിശ്ചയമുണ്ട്, നയിക്കാനുള്ള കപ്പാസിറ്റി, അങ്ങനെ പലതും ഉണ്ടല്ലോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവില്ലല്ലോ. തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട്, അത് നടപ്പിലാക്കാനുള്ള പ്രാപ്തിയുണ്ട്. പിന്നെ കുറ്റങ്ങളും കുറവുകളും അത് ഏത് ഭരണാധികാരികൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരാളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം നോക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കുമോ നടക്കില്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ കാലം മാറിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. എനിക്കൊന്നും അതറിയില്ലല്ലോ. ഇപ്പോൾ എന്നിൽ നിന്ന് കാലം വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ നല്ലത്. അതല്ല, കാലം എൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. OTT കാണാറില്ല. ഞാൻ TV സിനിമ കാണാറില്ല, തിയേറ്ററിലും കാണാറില്ല. സിനിമ കുറവാണ് കാണാറുള്ളത്. ഞാൻ പറഞ്ഞു ജയജയക്കാണ് ഞാൻ ലാസ്റ്റ് കണ്ട പടം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇവിടെ OTTയിലാണ് കണ്ടത്. ഇഷ്ടമല്ല എനിക്ക്, ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അതെ അതെ, വൈഫും ഞാനും, പിള്ളേരൊക്കെ പഠിക്കാൻ പോകാനുള്ള വൈഫും ഞാനും എടുക്കും. ഇല്ല, ഞാൻ പ്രതീക്ഷ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവളെ കാണുകയും ചെയ്തു, നടിനെ കാണുകയും ചെയ്തു, ഞാൻ പറയുകയും ചെയ്തു. എനിക്ക് അവളുടെ അഭിനയം ഭയങ്കര ഇഷ്ടമായി. ഒരു ചാനലിൻ്റെ പരിപാടി ഞാൻ കാണുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അവളോട് എനിക്ക് വളരെ ഇഷ്ടമായി. ആ, പോവാ. മമ്മൂക്ക, ദിലീപ്, ലാൽ, എല്ലാവരും നടന്മാരെല്ലാവരും നല്ല ആളുകളല്ലേ. ഓരോരുത്തർ കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ അത് നമ്മളിപ്പോൾ കെമിസ്ട്രി ലാബ് പോലെയാണ്. HCl NCP എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം നമ്മളിടുമ്പോൾ മറ്റൊരു സാധനം കിട്ടുമല്ലോ.
അത് ഓരോരുത്തരായിട്ട് ലയിക്കുമ്പോൾ ഓരോ സംഭവം വരും. അതിലൊരാൾ മോശം ഒരാൾ നല്ലതെന്നൊന്നുമില്ല. ഓരോ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഓരോ കെമിക്കലിലൂടെ നമ്മൾ വരുമ്പോൾ വേറെ ഓരോരോ സാധനങ്ങൾ വന്നിട്ടിരിക്കും. ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ അത് മോശമാവാം, ചിലപ്പം കെമിക്കൽസിൻ്റെ കുഴപ്പമാവാം, ആ കെമിസ്ട്രിസ്റ്റിൻ്റെ കുഴപ്പമാവാം, ചിലപ്പോൾ ആ ലാബിൻ്റെ കുഴപ്പമാവാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്തായാലും വരും. അത് എല്ലാവരിലും നല്ലതും വന്നിട്ടുണ്ട്, മോശം ഉണ്ടായിട്ടുണ്ട്.